രാസലഹരി സമൂഹത്തിൽ അനിയന്ത്രിതമായി വ്യാപിക്കുകയും അതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുമായിരുന്നു കഴിഞ്ഞ 6 ദിവസങ്ങളിലായി ഞങ്ങൾ നടത്തിയ കൊന്നു തള്ളുന്ന രാസലഹരി പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെ ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണികളായി മാറുന്നതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളിൽ ഏറിയ പങ്കും രാസലഹരിയുടെ സാന്നിധ്യം കാണാം. കൊല്ലം ചിതറയിൽ പോലീസുകാരനെ സുഹൃത്ത് കഴുത്തറുത്ത് കൊന്നതും ലഹരിക്കടിമപ്പെട്ട് നടത്തിയ കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. കൊല്ലപ്പെട്ട പോലീസുകാരൻ ഇർഷാദും ലഹരിക്ക് അടിമയായിരുന്നെന്നും പോലീസ് കണ്ടെത്തി. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊന്നതിനാണ് അറസ്റ്റിലായത്. കോഴിക്കോട് അടിവാരം താമരശ്ശേരി 30 ഏക്കറക്കായിക്കൽ സുബൈദയെ രോഗക്കിടക്കയിലിട്ട് വെട്ടിക്കൊന്ന മകൻ ആഷിഖ്. പ്രായം വെറും 25 വയസ്സ്. പോലീസ് കൊണ്ടുപോകും വഴി ജീപ്പിലിരുന്ന് കാട്ടിയ ചേഷ്ടയാണിത്. അമ്മയെ താൻ കൊന്നു എന്ന് തിരിച്ചറിയാൻ പോലുമാകാതെ അയാളുടെ ബോധം കലങ്ങിപ്പോയിരുന്നു. ആഷിഖ് ഒരൊറ്റയാളല്ല. കേരളത്തിൽ ഈയിടെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കടിമകളായ ചെറുപ്പക്കാർ പ്രതികളാകുന്ന ഭീതിത കുറ്റകൃത്യങ്ങളുടെ പ്രതിനിധിയാണ്. എന്താണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് സംഭവിക്കുന്നത്? ഈ പെങ്കൊച്ചുങ്ങൾ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കപ്പോൾ മുകളിലോട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷെയർ കേസിൽ ഒരാൾ കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് നോക്കപ്പോൾ ദാടിയുള്ളൊരു പയ്യൻ കഴുത്തറുത്ത നിലയിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചാടി ഇറങ്ങി. അപ്പോൾ ഈ സഹദിൻ്റെ വാപ്പ ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും തന്നെ ഈ സഹദ് അവിടെ നിൽക്കുകയാണ്, വലിയ വയലൻ്റൊന്നുമല്ല. അപ്പോൾ ഈ സഹദിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്തിനടാ നീ പണി ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാനല്ല ചെയ്തത്, ജിന്ന് സേവയാണ് ചെയ്തതെന്ന് പറഞ്ഞു. 2024 ഒക്ടോബർ 14 രാവിലെ ചിതറ സ്വദേശി ഇർഷാദിനെ കഴുത്തറുത്ത നിലയിൽ കണ്ട ആംബുലൻസ് ഡ്രൈവറുടെ വാക്കുകളാണിത്. കൊല്ലം ജില്ലയിലെ ചിതറ എന്ന ഗ്രാമത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ കൊലപാതകം. കൊല്ലം ചിതറയിലെ വീട്ടിൽ 26-കാരനായ പോലീസുകാരൻ ഇർഷാദ് സുഹൃത്ത് സഹദിനാൽ കഴുത്തറുത്ത് കൊല്ലപ്പെടുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സുഹൃത്ത് സഹദിനെ പോലീസ് പിടികൂടുന്നു. മാരക ലഹരി ഉപയോഗത്തിന് അടിമയാകുന്നവർ നടത്തുന്ന അരുംകൊലകളിൽ ഒന്നു മാത്രമാണോ ഈ സംഭവം? ദുരൂഹമായ ജീവിത പശ്ചാത്തലവും നഷ്ടമായ ജീവനും ഇനിയും പരിഹരിക്കാനാകാത്ത ഗുരുതരമായ പ്രശ്നത്തിലേക്ക് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഏറെ നാളായി ഇർഷാദ് സുഹൃത്ത് സഹദിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. രാവിലെ പുറത്തുപോയി വന്ന സഹദിന്റെ പിതാവ് അബ്ദുൽ സലാമിനോട് കൊലപാതക വിവരം പ്രതി സഹദ് തന്നെയാണ് അറിയിച്ചത്. അബ്ദുൽ സലാം മരിച്ചു കിടന്ന ഇർഷാദിനെ മുറിയിൽ ചെന്ന് കാണുന്നു. പോലീസും സമീപവാസികളും വിവരമറിഞ്ഞെത്തിയപ്പോൾ കണ്ടത് ലഹരിക്കടിമപ്പെട്ട മൃതദേഹത്തിനരികിൽ ഒരു കൂസലുമില്ലാതെ അർദ്ധ അബോധാവസ്ഥയിൽ ഇരിക്കുന്ന സഹദിനെയാണ്. ചോര വാർന്നു കിടന്ന ഇർഷാദിന് സമീപം സുഗന്ധ വസ്തുക്കൾ കത്തിച്ചു വെച്ചിരുന്നു. രാസലഹരി അയാളെ അത്രയും ആഴത്തിൽ അടിമയാക്കിയിരുന്നു. അയാൾ അപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു ലഹരിയാണ് ഇർഷാദിനെ കൊലപ്പെടുത്തിയത്. ലഹരി തന്നെയാണ്, 100% ലഹരി തന്നെയാണ് ഇത്. ഇപ്പോൾ ഈ 6 മാസത്തിനകത്ത് വെച്ച് 225 കിലോ 135 കിലോ വരെയുള്ള കഞ്ചാവ് ഈ ചിതറ കല്ലുവട്ടാങ്കുഴി ഈ ചിതറ മേഖലയിലുള്ള 10-25 വയസ്സായ പയ്യന്മാർ ഉപയോഗിച്ച് അവരെല്ലാം ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ ഈ ചിതറ മേഖലയിൽ വളരെ ഒരു ലോബി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുംകൊലയ്ക്ക് പിന്നിൽ മയക്കുമരുന്ന് ലഹരി തന്നെയെന്ന് പോലീസ് വിലയിരുത്തുന്നു. കേരള ആംഡ് പോലീസിലെ ഹവിൽദാറായിരുന്ന ഇർഷാദും ലഹരിക്ക് അടിമയാണെന്ന കണ്ടെത്തലും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ചിതറയിലെ കൊലപാതകം നടന്ന വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നുകളുടെ ആംപ്യൂളുകൾ, സിറിഞ്ച്, MDMA എന്നിങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിനുള്ള തെളിവുകൾ കണ്ടെടുത്തു. കൊലപാതകം നടന്ന വീട്ടിൽ ദുർമന്ത്രവാദം നടന്നിരുന്നതായും പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൊലയ്ക്ക് പിന്നിൽ മയക്കുമരുന്ന് ഉപയോഗം തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. കേരള ആംഡ് പോലീസ് അടൂർ ക്യാമ്പിലെ ഹവീൽദാറായിരുന്ന ഇർഷാദും ലഹരിക്കടിമ തന്നെയായിരുന്നു. ലഹരി ഉപയോഗം കാരണം പോലീസ് സർവീസിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ടയാളാണ് കൊല്ലപ്പെട്ട ഇർഷാദ്. കഴക്കൂട്ടം, ചടയമംഗലം, പോത്തൻകോട്, ചിതറ എന്നീ സ്റ്റേഷനുകളിലായി 20-ലധികം ലഹരി കേസുകൾ സഹദിന്റെ പേരിലുമുണ്ട്.
വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാമതെന്ന് ആവർത്തിക്കുമ്പോഴും രാസലഹരി ഉപയോഗത്തിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനിയും പഠിക്കേണ്ടതുണ്ട്. തന്നോടൊപ്പം കൂടെ ഇരുന്ന് മദ്യപിച്ച ആളാണെന്ന് ഇതെല്ലാം മറന്നു പോവുകയാണ്. അപ്പം എന്ത് ക്രൂരപ്രവൃത്തിയും ചെയ്യാനും എന്ത് ഹീനപ്രവൃത്തിയും ചെയ്യാനുള്ള ഒരു ബോധം ഈ ലഹരി മനുഷ്യനിൽ സൃഷ്ടിക്കുകയാണ്. ലഹരിയുടെ അടിമയായി ചെയ്ത ഒരു കൃത്യമായിട്ടാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. കാരണം അത്രത്തോളം ആ സമയത്ത് അദ്ദേഹത്തിന് ഇതുമായി ഒരു ബന്ധവുമില്ല. ഈ സംഭവമായിട്ടോ ഇത് ചെയ്തെന്നുള്ള രീതിയിലുള്ള യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഈ സഹദ് അന്ന് പറഞ്ഞത്. വർഷങ്ങളായി ആത്മസുഹൃത്തുക്കളായ രണ്ടുപേർ, നാളുകളായി ഒരു മുറിയിൽ ഒന്നിച്ച് താമസിച്ചിരുന്ന സുഹൃത്തുക്കൾ, കൊലപാതകത്തിന് മുമ്പ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവർ. 2 മണിക്കൂറിന് ശേഷം അതിലൊരാൾ മറ്റൊരാളെ കഴുത്തറുത്ത് കൊല്ലുന്നുവെങ്കിൽ അത് വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ്? ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്വന്തം മാതാവിനെ ലഹരിയുടെ ആധിക്യത്തിൽ 24 വയസ്സുകാരനായ മകൻ വെട്ടിക്കൊന്നത് ഈ ലഹരി വ്യാപനത്തിന്റെ ക്രൂര ഉദാഹരണങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ്. ലഹരിയുടെ പ്രഭാവത്തിൽ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ നാം മറന്നു കാണില്ല. ഓർത്തെടുക്കാൻ ഈ ദൃശ്യങ്ങൾ മതിയാകും. അതെ, കോഴിക്കോട് അടിവാരം പൊട്ടിക്കൈ 30 ഏക്കർ സ്വദേശി മുഹമ്മദ് ആഷിഖ്. മകൻ എന്ന ലോകത്ത് മാത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്ത ഒരു ഉമ്മ. ആ ഉമ്മയെ 17-ലധികം വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തിയ മകൻ. ഒരേ ഒരു കാരണം, ലഹരി. നന്നേ ചെറുപ്പത്തിലെ പിതാവ് ഉപേക്ഷിച്ചു പോയ ആഷിഖിനെ കല്യാണ വീടുകളിൽ പാചക സഹായിയായും കൂലിവേല ചെയ്തുമാണ് ഉമ്മ സുബൈദ വളർത്തി വലുതാക്കിയത്. തനിക്ക് ജന്മം നൽകിയതിനാണ് മാതാവിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു ആഷിഖ് പോലീസ് നൽകിയ പ്രാഥമിക മൊഴി. മകൻ എന്ന ഒരു ലോകത്ത് മാത്രം ജീവിച്ച ഒരു സഹോദരിയായിരുന്നു സുബൈദ. മകനും നേരത്തേക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഈ പഠന സൗകര്യത്തിന് വേണ്ടി പോയ സമയത്ത് കോളേജ് പഠന കാലയളവിലോ മറ്റോ ആണത്രേ ഈ മയക്കുമരുന്നിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത്. അങ്ങനെ ഇവൻ്റെ സാഹചര്യം തനിച്ചാണ്, ബന്ധുക്കളില്ല, ഉപ്പയില്ല, കുടുംബമില്ല, അങ്ങനെയൊക്കെ വളർന്ന സാഹചര്യത്തിൻ്റെ ജന്മം തന്നെ ഒരു അബദ്ധമാണ് എന്നൊരു തോന്നലുണ്ടാവുകയും സ്വന്തം ഉമ്മയോട് ഒരു വിരോധം ഇവൻ വല്ലാതെ പുലർത്തിയിരുന്നതായി അടുത്ത ബന്ധുക്കളും അയൽവാസികളും ഒക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ലഹരിയുടെ വല പിടിമുറുക്കിയതോടെയാണ് ഉമ്മയും മകനും തമ്മിലുള്ള നല്ല ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. സുബൈദയ്ക്ക് നേരെ ആഷിഖ് നടത്തിയത് അപ്രതീക്ഷിതമായൊരു ആക്രമണമായിരുന്നില്ല. മുൻപും പലതവണ സുബൈദയെ അപായപ്പെടുത്താൻ ആഷിഖ് ശ്രമിച്ചിരുന്നു. അപ്പോഴെല്ലാം ബലം പ്രയോഗിച്ച് പിടിച്ചടക്കിയാണ് നാട്ടുകാരും ബന്ധുക്കളും ആഷിഖിനെ ഡി അഡിക്ഷൻ സെന്ററുകളിലാക്കിയിരുന്നത്. ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഞാൻ തിരിച്ചു വന്നാൽ ഇവരെ ഗ്യാങ് പിന്നെ രണ്ടാമത് വരെ പിടികൂടും. അവർക്ക് ഇനി കാശില്ലെങ്കിലും 1-2 പ്രാവശ്യം ഫ്രീ ആയിട്ട് കൊടുക്കുകയും അതല്ലേ വിൽക്കുന്നവരാക്കി മാറ്റി, നിങ്ങൾ വിറ്റിട്ട് ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വിറ്റിട്ട് എന്താക്കാം, ബാക്കിയുള്ള കമ്മീഷൻ ഞങ്ങൾക്ക് തന്നാൽ മതി എന്നുള്ള ഒരു പ്രവണതയിലാക്കിയിട്ട് രണ്ടാമതും അവനെ വലയിൽപ്പെടുത്തി. കേരളത്തിലും പുറത്തുമായി നിരവധി തവണ ആഷിഖിനെ ഡി അഡിക്ഷൻ സെന്ററുകളിലാക്കി. മകനെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആ ഉമ്മ ആവുന്നതെല്ലാം പരിശ്രമിച്ചു. എന്നാൽ ആഷിഖ് അതിനെയെല്ലാം കണ്ടത് പ്രതികാര മനോഭാവത്തോടെയായിരുന്നു. രാസലഹരിയുടെ ഉപയോഗം അവനെ അങ്ങനെയാക്കി മാറ്റിയിരുന്നു. ഏകദേശം 20ഓളം മുറിവുകൾ എന്ന് വെച്ചിട്ടാണെങ്കിൽ വെട്ടി മൃഗീയമായിട്ട് കഴുത്തിൻ്റെ തൊലിയുടെ ഭാഗം കുറഞ്ഞതല്ലാതെ ബാക്കി കംപ്ലീറ്റ് ഭാഗങ്ങളും എന്തായിട്ട് പോയിട്ടുണ്ട്, അറ്റുപോയിട്ടുണ്ട്. ഈ ഏകദേശം ഭാഗങ്ങളൊക്കെ മുഖത്തിന് മാത്രം വെട്ടി കുടുങ്ങിയിട്ടല്ലാതെ തലൻ്റെ പുറകൊക്കെ കണ്ടമാനം വെട്ടുകളാണ്ടായിരുന്നു. ബംഗളൂരുവിലെ ലഹരിമുക്ത ചികിത്സ പൂർത്തിയാക്കിയെത്തിയാൽ ആഷിഖിന്റെ വിവാഹം നടത്തി പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുകയായിരുന്നു സുബൈദയുടെ ലക്ഷ്യം. ഉമ്മാനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചു, കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ചെറിയ വീടൊക്കെ വെച്ചു, വീട്ടിലേക്ക് താമസം ഒക്കെ തുടങ്ങി. അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊക്കെ ഉമ്മ വളരെ ആഗ്രഹിച്ചുകൊണ്ടതാണ്. ബ്രെയിൻ ട്യൂമറിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് പുതുപ്പാടിയിലെ സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു 53-കാരിയായ സുബൈദ. അവിടെ ചെന്നാണ് മകൻ അമ്മയെ കൊന്നത്. അയൽവാസിയുടെ വീട്ടിൽ നിന്നും തേങ്ങ പൊളിക്കാനെന്ന് കള്ളം പറഞ്ഞു വാങ്ങിയ വെട്ടുകത്തി കൊണ്ട് ആഷിഖ്
മരണം ഉറപ്പിക്കുന്നതുവരെ നൊന്തുപെറ്റ ഉമ്മയെ വെട്ടി. നാട്ടുകാർ ചേർന്ന് കീഴ്പ്പെടുത്തിയപ്പോൾ ആഷിഖിന്റെ പ്രതികരണം ഇങ്ങനെ. അവനോട് ഞാൻ ചോദിച്ചു എന്തായാലും ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത് എന്നെ ജനിപ്പിച്ചതിൻ്റെ പവറാണ്, എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയത്, എന്നെ ജനിപ്പിച്ചതാക്കിയതാണ്, അവന് പ്രതിഫലം കൊടുത്താണ്. ലഹരിക്ക് പണം തികയാതെയായപ്പോൾ പലയാവർത്തി ആവശ്യപ്പെട്ടിട്ടും സുബൈദ പണം നൽകിയില്ല. സ്വത്ത് വിൽപ്പന നടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അതും വിസമ്മതിച്ചു. മനസ്സിൽ കൊണ്ടുനടന്ന ഈ വൈരാഗ്യമെല്ലാം ലഹരിയുടെ മൂർധന്യാവസ്ഥയിൽ കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. ആഴത്തിലുള്ള 17ലധികം മുറിവുകളാണ് വെട്ടുകത്തി കൊണ്ടുള്ള വെട്ടിൽ സുബൈദയുടെ ദേഹത്തേറ്റതെന്ന് പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഒരേ സ്ഥലത്തു തന്നെ കൂടുതൽ തവണ വെട്ടി. എണ്ണം കൃത്യമായി നിർണ്ണയിക്കാനാവാത്ത നിലയിലായിരുന്നു മുറിവുകൾ. വെട്ടുകളുടെ എണ്ണവും ആഴവും കൊലപാതകത്തിലെ പൈശാചികത വെളിപ്പെടുത്തുന്നു. ആഷിക്കിൽ തുടങ്ങി ആഷിക്കിൽ അവസാനിക്കുന്നതല്ല കണ്ണില്ലാത്ത ലഹരി ക്രൂരതയുടെ ഉദാഹരണങ്ങൾ. ആഷിക്കിന്റെയും സുബൈദയുടെയും വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരെ മറ്റൊരു യുവാവിന്റെ വീട്ടിൽ നിന്നും 113 ഗ്രാം MDMA കണ്ടെടുക്കുന്നത് സുബൈദയുടെ കൊലപാതകം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ. സുബൈദയ്ക്കുണ്ടായ ദുരവസ്ഥ ഒരു പുനർചിന്തനത്തിന് വഴിവെക്കുന്നുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്. കോഴിക്കോട് മലയോര മേഖലയിൽ ലഹരി മാഫിയയുടെ വിളയാട്ടമാണ്. ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാസലഹരിയുടെ അടിമകളായി മാതാപിതാക്കളെ പോലും കൊല്ലുന്ന മക്കളുടെ വാർത്ത കേട്ടാണ് ഈ ദിവസങ്ങളിൽ കേരളം ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും ആഘാതശേഷിയുള്ള ദൃശ്യങ്ങളായിരുന്നു ഇത്. ആഷിഖ് എന്ന കുറ്റവാളി എങ്ങനെ രൂപപ്പെട്ടു എന്നു കൂടി തെരഞ്ഞാലേ രാസലഹരി എന്ന കൊടും വിപത്ത് എவ்விதമാണ് നാട്ടിൽ വേരുപടർത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയൂ. താമരശ്ശേരിയിലെ ലഹരി ചങ്ങലയിൽ പെട്ടുപോയ നിരവധി ചെറുപ്പക്കാരിൽ ഒരാൾ മാത്രമാണ് ആഷിഖ്. താമരശ്ശേരിയിൽ ഞങ്ങളുടെ പ്രതിനിധി ആഷിഖ് നടത്തിയ അന്വേഷണം കാണുക. താമരശ്ശേരിയിലെ ലഹരി വ്യാപനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അമ്പലമുക്ക് എന്ന് പറയുന്നത്. അമ്പലമുക്കിൽ അയ്യൂബിന്റെ നേതൃത്വത്തിലായിരുന്നു, ലഹരി വ്യാപാരിയായിരുന്ന അയ്യൂബിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ലഹരി വിൽപ്പന വ്യാപകമായി നടന്നത്. എനിക്കിപ്പോൾ കാണുന്ന ഈ ഒരു വീടിന് വേണ്ടി നിർമ്മിച്ച ഈ സ്ഥലത്തായിരുന്നു ഒരു ടെന്റ് കെട്ടിക്കൊണ്ട് വലിയ രീതിയിൽ ലഹരി വിൽപ്പന നടന്നത്. ഈ ഇടതുവശത്ത് കാണുന്ന ഒരു കൂടുണ്ട്. ഈ കൂട്ടിൽ നിരവധി നായ്ക്കളെ വളർത്തിയ ശേഷമായിരുന്നു അവിടെ ലഹരി വിൽപ്പന നടന്നത്. ചോദ്യം ചെയ്യാൻ ആരും കയറി ചെല്ലാതിരിക്കാൻ ലഹരി മാഫിയ സംഘം ഈ കൂടുകളിൽ നിറയെ നായ്ക്കളെ വളർത്തിയിരുന്നു. പിന്നീട് അയൽ വീട്ടുകാരുടെ പരാതിയിലാണ് ലഹരി കച്ചവടക്കാർ തമ്പടിച്ചിരുന്ന കേന്ദ്രം പോലീസ് പൊളിച്ചു മാറ്റിയത്. രാത്രി സമയത്ത് ഇവർ ഇവിടെ തമ്പടിച്ചപ്പോൾ നിന്നിട്ട് ഒച്ചയും പാട്ടും ഒരുപാട് ഇതും അങ്ങനെ ഇതാകുന്ന സമയത്ത് ഞാൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ക്യാമറ വെക്കണം എന്നുള്ളൊരു ഇത് മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഈ രാത്രി 4 മണിക്കൊക്കെ ആണെങ്കിലും വണ്ടി ഇങ്ങനെ പോകുന്നു, ലൈറ്റും ഇതൊക്കെ ഇങ്ങനെ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ വന്ന സമയത്ത് അങ്ങനെ ഒരു ഇത് വെക്കണം നല്ലതായിരിക്കും. നമ്മളെ സേഫ്റ്റിക്ക് ഓലമ്മൽക്കൊന്നും പോകാനും ഇതാക്കാനൊന്നല്ല. കഴിഞ്ഞ 2 വർഷത്തിനിടെ താമരശ്ശേരിയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും വ്യാപകമായി കൂടിയിട്ടുണ്ടെന്ന് നാട്ടുകാർ സാക്ഷ്യം പറയുന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം ചെറുപ്പക്കാർ തമ്മിൽ സംഘർഷവും പ്രദേശത്ത് പതിവാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവിടെ ലഹരി കച്ചവടം ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ നമ്മൾ കണ്ടെത്തി പോലീസിന് അത് ഇൻഫർമേഷൻ ചെയ്തുകൊണ്ട് കേസുകളിലൊക്കെ അവർ വന്നു. ഇപ്പോൾ 3-4 പേർക്ക് കാപ്പ ചുമത്തിക്കൊണ്ട് ഇവിടുന്ന് മാറ്റി നിർത്തിയത്. ഇവിടെ ഇപ്പോൾ ഏകദേശം 80% ലഹരി കുറഞ്ഞ ഒരവസ്ഥയാണുള്ളത്. നാടിനാകെ ശല്യവും ഭീഷണിയുമായി മാറിയ ലഹരി വ്യാപനത്തിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാലോ അവരുടെ വീടുകളടക്കം ആക്രമിക്കപ്പെടും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ 4 വീടുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണമുണ്ടായത്. നമുക്ക് ഓർമ്മല്ല വില വരുന്നതൊന്നും. അങ്ങനെ വില ഞാൻ കയറിയ കണ്ടപ്പോൾ ഇവന് എന്തോ സംശയം കിട്ടിയപ്പോൾ ബാതിൽ ഇവൻ അടിച്ച് ഇവരെ 2 കണ്ട് കൊടുകാളുണ്ട്. ബാതിലടിച്ച് ബാതുമാരും എല്ലാ നാട്ടുകാർ അമ്മർത്തി പോകാൻ ആട് കിടന്നാൻ. പിന്നെ വന്ന് ബാതിലിന് തട്ടി ആ പറഞ്ഞ പിന്നാണ് ജനൽ കുത്തിപ്പൊളിച്ച് ഗ്രില്ലിങ് ഇങ്ങനെ വീഴാണ്. 600ഓളം
കുടുംബങ്ങളുള്ള കുടുക്കിലുമാരത്ത് ലഹരിക്കെതിരെ മഹല്ലുകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം തുടങ്ങി. ഇതോടെയാണ് ലഹരി വ്യാപനത്തിന് അല്പമെങ്കിലും അറുതിയായത്. കുടുക്കിലുമരത്ത് ലഹരിയുടെ വ്യാപനത്തിനെതിരെ പ്രതികരിച്ചൊരു വ്യക്തിക്ക് ഒരു ആക്രമണം നേരിട്ടിട്ടുണ്ട്. അത് കുടുക്കിമലർ സ്വദേശി നവാസിനാണ്. അദ്ദേഹം ഒരു കല്യാണ പരിപാടിയിൽ വെച്ച് അവരുടെ ഒരു തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ആക്രമണം നേരിട്ടത്. കൊടുവാള കൊണ്ട് വെട്ടി. അപ്പം ഞാൻ കൈ കൊണ്ട് പിടിച്ച് കൈ മുറിഞ്ഞ്. അപ്പോൾ ഇവിടെ അടുത്ത അന്ന് കല്യാണം വീട്ടിലുള്ള വേറെ 1-2 ആളെ വീട്ടിൽ കയറി വീടൊക്കെ അടിച്ചു പൊളിച്ച്. വീട്ടിൽ വെട്ടാനോ പോയപ്പോൾ അവനെ ഓടി വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൽ കയറി. അതുകൊണ്ട് അവൻ കഴിച്ചിലായി കിട്ടിയത്. താമരശ്ശേരിയിലെ ലഹരി വ്യാപനത്തിന്റെ പ്രധാന കേന്ദ്രമായി ഇപ്പോൾ താമരശ്ശേരി ചുരം തന്നെ മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു താർ വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ട് കിടന്ന് അത് നോക്കിയ സമയത്ത് അതിൽ പോലും NDMA കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ വലിയ തരത്തിൽ ബാംഗ്ലൂരിൽ നിന്നടക്കം ലഹരി കൂടുതലായി വരുന്നത് താമരശ്ശേരി ചുരം വഴിയാണെന്നുള്ളതാണ് പ്രധാനമായിട്ട് കാര്യം. ഇതൊരു മലയോര മേഖലയാണ്. ഒളിസങ്കേതങ്ങൾ ഇഷ്ടംപോലെ ലഭ്യമാണ്. അതോടൊപ്പം ബാംഗ്ലൂരാണ് ഈ രാസമയക്കുമരുന്നുകളുടെ ഒരു പ്രധാന നിർമ്മാണ കേന്ദ്രം. അവിടുന്ന് കടന്നു വരുന്ന നാഷണൽ ഹൈവേയിലെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ് അടിവാരം എന്നതുകൊണ്ട് ഈ സാധനം സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലിവിടെ ഉള്ളത്. ഏതൊരു നിത്യോപയോഗ വസ്തുവും പോലെയുള്ള രാസലഹരിയുടെ ലഭ്യതയാണ് ഏറ്റവും അപകടകരം. ലഹരിയും ക്രിമിനൽ മാഫിയകളും ചേരുന്ന മാരക വിഷക്കൂട്ട് പിന്നെ വിട്ടുപോകാനാകാത്ത വിധം ചെറുപ്പക്കാരെ ലഹരി ചൂഴിയിൽ തളച്ചിടും. ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആഷികുമാർ ആവർത്തിക്കപ്പെട്ടേക്കാം. ലഹരി ഗുണ്ട മാഫിയയുടെ ഭീതിയിൽ കഴിയുന്ന തിരുവനന്തപുരം കരമനയിലെ അഖിലിന്റെ കുടുംബത്തെയും ഞങ്ങൾ പരിചയപ്പെടുത്തി. 2024 മെയ് 10-നാണ് ലഹരി ഗുണ്ട മാഫിയ അഖിലിനെ തല്ലിക്കൊന്നത്. മകനെ നഷ്ടമായ തീരാ സങ്കടത്തിലും ഭീതിയൊഴിയാതെ കഴിയുകയാണ് അഖിലിന്റെ മാതാപിതാക്കൾ. തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കല്ലും കട്ടയും കമ്പിയും ഉൾപ്പെടെ കയ്യിൽ കിട്ടിയതെല്ലാം ഉപയോഗിച്ചാണ് അഖിലിനെയും അനന്തുവിനെയും അതിദാരുണമായി കൊലപ്പെടുത്തിയത്. അഖിലിന്റെ കൊലപാതകത്തിനു പിന്നാലെ പുറത്തുവന്ന CCTV ദൃശ്യം കണ്ട് അന്ന് കേരളമാകെ ഞെട്ടിയതാണ്. ഈ 2 കൊലപാതകത്തിലേക്കും നയിച്ചത് ലഹരിയുടെ ഉപയോഗമാണ്. അമ്മ ഞാൻ കണ്ടില്ല. ഞാൻ വന്നപ്പോൾ എൻ്റെ മോനെ എടുത്തോണ്ട് പോണതാണ് ഞാൻ കണ്ടത്. എൻ്റെ മോൻ എന്തിരുന്നു ഞാൻ നെഞ്ചിടിച്ച് കാരണം എൻ്റെ മോൻ തല പൊക്കി എന്നെ ഒരു നോക്കുക. ആ കണ്ടത് അതിനുശേഷം എൻ്റെ മോനെ ഞാൻ മൂടി പൊതിച്ച് കൊണ്ടുവരണതാണ് ഞാൻ കണ്ടത്. ഇനി ഒരു മക്കൾക്കും ഇങ്ങനെ ഒരാപത്ത് വരാൻ പാടില്ല. ഒരമ്മയ്ക്കും ഇങ്ങനെ കണ്ണീര് വീഴ്ത്താൻ പാടില്ല. ഏപ്രിൽ 26 പാപ്പനങ്ങോട് ബാറിലേക്ക് കയറുമ്പോൾ വാതിൽപ്പടിയിൽ നിന്ന് മാറിക്കൊടുക്കാത്തതിലെ തർക്കമാണ് കൊലയിൽ കലാശിച്ചത്. കരമനയിൽ അനന്തു എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ പുരയിടത്തിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു കൊന്ന കേസിലെ പ്രതികളാണ് 5 വർഷത്തിനു ശേഷം അഖിലിന്റെയും ജീവനെടുത്തത്. ഇക്കഴിഞ്ഞ മെയ് 10-ന് വൈകിട്ട് പ്രതികൾ അനന്തു കൊലക്കേസിൽ നെടുമങ്ങാട് പട്ടികജാതി വർഗ പ്രത്യേക കോടതിയിൽ ഹാജരായി തിരികെ കരമനയിലെത്തി. പിന്നീട് ഒരുമിച്ചിരുന്നു മദ്യപാനം. അഖിലിന്റെ ജീവനെടുക്കാൻ തീരുമാനം. തുടർന്ന് സംഘത്തിലെ 4 പേർ മരുതൂർക്കടവ് പാലം വഴി കൈമനം ഭാഗത്തേക്കെത്തുന്നു. ആയുധങ്ങളൊന്നും കരുതാതെ എത്തിയ കൊലയാളി സംഘം കയ്യിൽ കിട്ടിയ കരിങ്കല്ലും കമ്പും വടിയും ഉപയോഗിച്ച് അഖിലിനെ അതിക്രൂരമായി തല്ലിക്കൊന്നു. മരണമുറപ്പിക്കാൻ കോൺക്രീറ്റ് കട്ടകൾ പലതവണ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. 3 മിനിറ്റിൽ ജീവനെടുത്ത അരുംകൊല. ആ ഞെട്ടലിൽ നിന്ന് ഇന്നും മുക്തയായിട്ടില്ല അഖിലിന്റെ അമ്മയും അച്ഛനും. കോവിൽ ഉത്സവയിലേക്കൂടെ ആറാട്ട് പോയി എന്നൊന്ന് കാറിൽ അവിടെ 2 കാറിൽ നിന്നിട്ട് 2 പയ്യന്മാരങ്ങ് താഴെ ഇറങ്ങിപ്പോയി എന്ന് പറയണ. പക്ഷെ ആ സമയത്ത് മോൻ ഇവിടെ കിടക്കുകയായിരുന്നു. 2-3 പയ്യന്മാർ. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പയ്യന്മാരാണ് ഇറങ്ങിപ്പോയി. അത് ഇവരാണോ എന്ന് സംശയം നമുക്കിപ്പോൾ.
ലഹരി ഇല്ലാതാക്കിയ എത്രയെത്ര ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ലഹരിയെടുക്കുന്ന ജീവനുകളുടെ ഓരോ കുടുംബവും ഇന്നും കഴിയുന്നത് തോരാ കണ്ണീരിലാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അഖിലിൻ്റെ ഈ കുടുംബവും. ദിവസങ്ങൾ നീണ്ട ആസൂത്രണം, താമസ സ്ഥലവും ദിനചര്യകളുമെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് പ്രതികൾ അഖിലിനെ തേടിയെത്തിയത്. പെട്ടെന്ന് ഒരു 3 മിനിറ്റ് കൊണ്ടുള്ള എൻ്റെ മോനെ തീർത്ത 3 മിനിറ്റ് നമ്മൾ വീട്ടിനകത്തുനിന്ന് വെളിയിൽ നിന്ന് അകത്ത് കയറിയതേ ഉള്ളൂ. ഇവരത്ര പ്ലാനായിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാറിൽ സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ അവനങ്ങനെ, അല്ലെങ്കിൽ അന്ന് രാത്രി വീട്ടിൽ കയറി ചെയ്യുമെന്നാണ് ഒരു പേഷ്യൻ്റ് പറഞ്ഞു പോലീസെടുത്ത്. കൊലപാതകത്തിന്റെ രീതിയിൽ തന്നെ ലഹരിക്കൊലകളിൽ ആവർത്തിക്കുന്ന അതിക്രൂരതയുടെ സ്വഭാവം കാണാം. പിടിയിലാകുമ്പോഴും പ്രതികളുടെ കൈവശം രാസലഹരിയുണ്ടായിരുന്നു. ഒരു വീടിന്റെ അത്താണിയും സന്തോഷവുമായിരുന്നവൻ പെട്ടെന്നൊരു ദിവസം ഇല്ലാതായതിന്റെ ഓർമ്മയിൽ ഉള്ളുനീറിയാണ് ആ കുടുംബം ഇന്ന് ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കുന്നത്. നമ്മൾ 6-8 അന്ന് ഒരു കാറ് വന്ന് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നമുക്കന്ന് പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. അവന് ഞാൻ ചോറ് വാരിയാണ് ഞാൻ കൊടുക്കണത്. അവൻ അന്ന് രാവിലെ ഞാൻ അവൻ ചോറ് വാരി കൊടുത്തിട്ടാണ് ഞാൻ പോയത്. വീട്ടിലുണ്ടാവുമ്പോൾ അമ്മ വാരിക്കൊടുത്താൽ മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന മകന് ഇന്നും കണ്ണു കലങ്ങിയും ഉള്ളുപിടഞ്ഞും ഓരോ നേരവും അമ്മ ഇങ്ങനെ ഭക്ഷണം ഒരുക്കി വെക്കും. മോൻ പോയതിന് ശേഷം ഒരാഴ്ച ആയില്ല. അതിന് മുമ്പേ ഇവിടെ റോട്ടയിൽ കൂടി ആദ്യം ചീത്ത വിളിച്ചോണ്ട് പോയി. പിന്നെ ഒരു മണിയൊക്കെ 12 മണിയൊക്കെ ആകുമ്പോഴും പിന്നെ നമ്മൾ വിചാരിച്ച് റോട്ടയിൽ കൂടെ പോകണവരല്ലേ ആരാ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ അത് ഒരു സ്ഥിരമായി ഇവിടെ വന്ന് കണ്ടെന്ന് ചീത്ത വിളിക്കണം. അപ്പം പിന്നെ ഒരു ദിവസം പറഞ്ഞ് നിന്നൊക്കെ വെട്ടി പീസാക്കൂടാന്ന് പറഞ്ഞു. ഈ വാർത്താ പരമ്പരയിൽ പല കുറി ഞങ്ങൾ ആവർത്തിച്ചതാണ്. അഖിലും ഒരാളല്ല. രാസലഹരി കൂട്ടങ്ങളുടെ പ്രഭാവത്തിൽ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അരുംകൊലകളുടെ പരമ്പരയിൽ ഒരിര മാത്രം. മദ്യശാലയുടെ വാതിൽക്കൽ തടസ്സം നിന്നതിനെന്ന പേരിലുള്ള ഗുണ്ടകളുടെ പക മാത്രമല്ല, അതിനൊപ്പം വിവിധ ലഹരിക്കൂട്ടങ്ങളും ചേർന്ന ക്രിമിനൽ കോക്ടെയിലാണ് അഖിലിന്റെ ജീവനെടുത്തത്. ലഹരി സംഘങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് പോലീസ് പല ഓപ്പറേഷനുകളും പ്രഖ്യാപിക്കുന്നത്. ആവേശത്തോടെ ആരംഭിക്കുന്ന പല ഡ്രൈവുകളും പിന്നീട് കെട്ടടങ്ങുന്നത് എന്തുകൊണ്ടാവാം? ലഹരി മാഫിയയുടെ ചിലന്തി വലകൾ നമ്മുടെ യുവതലമുറയെ വരിഞ്ഞു മുറുക്കുന്നത് കാണാതെ പോവരുത്. ഇനിയും ഇവരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഉണ്ടാവുന്നത് വലിയ ദുരന്തങ്ങളാവും. ക്യാമറമാൻ രതീഷ് കട്ടേലക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. കുടുംബങ്ങളിലെ ലഹരിക്കൊലകളുടെ കണക്കുകളും ഞെട്ടിക്കുന്നതാണ്. കൊല്ലം കുണ്ടറ പപ്പടക്കരയിലെ പുഷ്പലതയുടെയും ആന്റണിയുടെയും ഇരട്ടക്കൊലപാതകം ഒരു ഉദാഹരണം മാത്രം. ലഹരി ഉപയോഗത്തിന് പണം നൽകാത്തതിന്റെ പകയിലാണ് 22കാരനായ അഖിൽ അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി കൊന്നത്. കൊല്ലത്ത് നിന്ന് ഷമീർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമ്മയെയും മുത്തശ്ശനെയും അതിക്രൂരമായി കൊല്ലുമ്പോൾ അഖിലിന് വെറും 22 വയസ്സ്. ലഹരിക്കായി അഖിൽ പണം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് സഹന പരിധിക്ക് അപ്പുറമായപ്പോഴാണ് കുണ്ടറ പടപ്പക്കരയിലെ പുഷ്പലത തന്റെ പിതാവ് ആന്റണിയെ സഹായത്തിന് വിളിച്ചത്. ലഹരിക്ക് പണം നൽകാത്തതിൻ്റെ പേരിലാണ് അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയെന്നാണ് കുണ്ടറ പടപ്പക്കര കൊലപാതക കേസിലെ പ്രതി അഖിൽ പോലീസിന് മൊഴി നൽകിയത്. അയാൾക്ക് യാതൊരു കുറ്റബോധവുമില്ലായിരുന്നു. തെളിവെടുപ്പിനിടെ താൻ ചെയ്ത കുറ്റകൃത്യം പോലീസിന് മുൻപിൽ ഒരു കുറ്റബോധവുമില്ലാതെ അയാൾ വിവരിക്കുന്നത് പ്രേക്ഷകർ കാണുക. ₹1,00,000 അതായിരുന്നു അഖിലിന്റെ ആവശ്യം. പണം ആവശ്യപ്പെട്ടുള്ള മകന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതായപ്പോൾ പുഷ്പലത പോലീസിൽ പരാതി നൽകി. പോലീസ് വീട്ടിലെത്തി അഖിലിന് താക്കീത് നൽകി. അമ്മ പോലീസിനെ വിളിച്ചത് അഖിലിന്റെ പക ഇരട്ടിയാക്കി. അപ്പോഴാണ് മുത്തശ്ശൻ ആന്റണിയും വീട്ടിലെത്തിയത്. 2024 ഓഗസ്റ്റ് 16 2 അരുംകൊലകളും നടന്ന ദിവസം. ആദ്യം മുത്തശ്ശനെയാണ് അഖിൽ ആക്രമിച്ചത്.
ആന്റണിയെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം അഖിൽ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കി. തൊട്ടടുത്ത് മുത്തശ്ശന്റെ ജനം കിടക്കുമ്പോൾ ലഹരിയുടെ പിടിവിട്ട പ്രഭാവത്തിൽ പ്രതിയുടെ പാചകം. പിന്നീട് അതേ ഭക്ഷണം എടുത്തു തരാൻ ആവശ്യപ്പെട്ട് അമ്മ പുഷ്പലതയെ വിളിച്ചു വരുത്തി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി. അമ്മയുടെ മരണം ഉറപ്പാക്കാൻ ഉളികൊണ്ട് പലതവണ മുഖത്ത് കുത്തി. ഇരട്ട കൊലപാതകത്തിന് ശേഷം TV ഓൺ ചെയ്ത് പാട്ട് ആസ്വദിച്ച ശേഷമാണ് വീട്ടിൽ നിന്നും അഖിൽ രക്ഷപ്പെട്ടത്. ചെയ്യുന്നതെന്തെന്ന് തിരിച്ചറിയാനാകാത്ത വിധം വിഷമരുന്നുകൾ വിള്ളൽ വീഴ്ത്തിയ ബോധത്തോടെ അമ്മയുടെ ഫോണും ATM കാർഡും മോഷ്ടിച്ച് അഖിൽ വീട് വിട്ടിറങ്ങി. അപ്പൂപ്പനെ കൊന്ന് അടിച്ചിട്ട ശേഷം പിന്നെ അമ്മയെ ഫോൺ വിളിച്ച് വരുത്തിയത്. അമ്മ ഫോൺ വിളിച്ച് അകത്ത് വന്നപ്പം അമ്മയെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അവൻ്റെ റൂമിൽ ഉണ്ടാക്കി. പിന്നെയാണ് അമ്മ അറ്റാക്ക് ചെയ്തത്. പുഷ്പലതയുടെ ഫോൺ വിറ്റ പണവുമായാണ് അഖിൽ നാടുവിട്ടത്. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് പ്രതിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തി. സംസ്ഥാനത്തുടനീളം അന്വേഷണം. ഫലമുണ്ടായില്ല. രാജ്യത്ത് പലയിടത്തും തനിച്ച് സഞ്ചരിച്ച് പരിചയമുണ്ടായിരുന്നയാളാണ് അഖിൽ. ഇതിനിടെ പുഷ്പലതയുടെ ATM കാർഡ് ഉപയോഗിച്ച് ദില്ലിയിൽ പ്രതി ഇടപാട് നടത്തിയെന്ന വിവരം പോലീസിന് കിട്ടി. പക്ഷേ അന്വേഷണത്തിന്റെ എല്ലാ വഴിയും ഇരുട്ടിൽ മറച്ചായിരുന്നു അഖിലിന്റെ സഞ്ചാരം. ഒടുവിൽ Paytm ഉപയോഗിച്ചതോടെയാണ് അഖിൽ വലയിലാകുന്നത്. കാശ്മീരിൽ നിന്ന് പുള്ളി ടെക്സ് ഉപയോഗിക്കുന്നയാളാണ്. മണിയാണ് മെയിൻ മോട്ടീവ്. ഇദ്ദേഹം നേരത്തെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടില്ല. പക്ഷേ ഒരു 4 വർഷം മുമ്പ് പുള്ളിയുടെ അമ്മയെ തന്നെ ഒന്ന് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവർ പരാതി പറഞ്ഞില്ല. അതിനുശേഷം ഒരു സോളോ ട്രിപ്പ് ഇതുപോലെ നടത്തിയിരുന്നു. കൊലയ്ക്ക് ശേഷം അഖിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ഫോണും സിം കാർഡും നശിപ്പിച്ചിരുന്നു. സുഹൃത്തുക്കളെ ബന്ധപ്പെടുന്നതും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കി. പ്രതിയിലേക്ക് എത്താനുള്ള വഴികൾ വളരെ കുറവായിരുന്നു. എന്നാൽ പല സംസ്ഥാനങ്ങളിലേക്കും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കുണ്ട്ര പോലീസ് കൈമാറിയിരുന്നു. ഒടുവിൽ കശ്മീരിൽ നിന്ന് കിട്ടിയ തുമ്പ് തേടി കുണ്ട്ര CI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം ശ്രീനഗറിലേക്ക് പുറപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് പ്രതി പിടിയിലായത്. വേറൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായി ഇവർ മാറും. കാരണം സ്വന്തം അമ്മയെന്നോ സ്വന്തം അച്ഛനെന്നോ എന്നുള്ളൊരു ബോധ്യം ഇവർക്കുണ്ടാവില്ല. അപ്പോൾ ഇവർ എക്സ്ട്രീം ലെവലിലേക്ക്, അപ്പം ഇവർക്ക് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലഹരി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് തടസ്സം നിൽക്കുന്ന ആൾക്കാരെ ഇവർ എന്ത് വഴിയും കൊലപ്പെടുത്തുക എന്നുള്ള അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. തെളിവെടുപ്പിനിടെ കൊല ചെയ്ത വിധം ഒരു ഭാവഭേദവുമില്ലാതെയാണ് അഖിൽ പോലീസിനോട് വിവരിച്ചത്. MDMA, കൊക്കൈൻ, കഞ്ചാവ് അങ്ങനെ വിവിധ ഇനം ലഹരികളാണ് അഖിൽ ഉപയോഗിച്ചു വന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഈ വാർത്താ പരമ്പരയിലുടനീളം ഞങ്ങൾ പറഞ്ഞതുപോലെ കുണ്ടറയിലെ അഖിലും ഒരാളല്ല. ഇതേ കുറ്റകൃത്യം ഈ അടുത്തിടെ കോഴിക്കോട് താമരശ്ശേരിയിലും തിരുവനന്തപുരം കിളിമാനൂരുമെല്ലാം ആവർത്തിച്ചു. രാസലഹരികൾ തിന്നു തീർത്ത തലച്ചോറുകളുമായി ഇനിയും നമുക്കിടയിൽ എത്രയോ അഖിലുമാർ. അംഗീകരിക്കാൻ വൈമനസ്യം തോന്നുമെങ്കിലും ഇതാണിപ്പോൾ കേരളത്തിലെ വലിയൊരു യാഥാർത്ഥ്യം. നാല് മാസങ്ങൾക്കിപ്പുറം അരുംകൊല നടത്തിയ പ്രതി അഖിലിനെ പോലീസ് പിടികൂടി. എങ്കിലും പൊതുസമൂഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഖിലിന് ലഹരി എത്തിച്ചത് ആരാണ്? ഈ ചോദ്യത്തിന് പോലീസിന് ഇതുവരെയും മറുപടിയില്ല. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം. തിരുവനന്തപുരം കിളിമാനൂരിൽ മകൻ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഹരികുമാറിന്റെ വാർത്തയാണ് ഈ പട്ടികയിൽ മറ്റൊന്ന്. അച്ഛനെ കൊന്നിട്ടും ഒരു തരി കുറ്റബോധമില്ലാത്ത മകൻ ആദിത്യകൃഷ്ണന്റെ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ അച്ഛൻ മകന് സൂര്യൻ എന്നർത്ഥം വരുന്ന ആദിത്യൻ എന്ന് പേരിട്ടു. പക്ഷേ മകൻ ഇഷ്ടം ഇരുട്ടായിരുന്നു, മനുഷ്യനെ മയക്കുന്ന കറുപ്പ്. അവൻ്റെ അന്നേരം വളരെ നിസ്സംഗനായിട്ട് ഞാനങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുമ്പം നിങ്ങൾ എന്നെ കൊലപാതകയാക്കാൻ ശ്രമിക്കുകയാണോ? ഞാനൊന്നും ചെയ്തിട്ടില്ല, അത് ബൈക്കിൽ നിന്ന് കൊണ്ട് മരിച്ചതാണ് എന്നൊക്കെ അവനതെല്ലാം തെന്നിമാറാനൊക്കെ ശ്രമിച്ചു. മരിക്കാനുള്ള കാരണം ഇവൻ്റെ ഇടിയും തുടർന്നുണ്ടായ വീഴ്ചയും അതുമൂലമുണ്ടായ പരിക്കും തന്നെയാണ്. തലസ്ഥാനത്തെ കിളിമാനൂരിൽ പൊരുന്തമൺ എന്ന ഗ്രാമം. ഉടയവൻകാവ് ക്ഷേത്രത്തിനരികിലാണ്
52-കാരൻ ഹരികുമാറും കുടുംബവും താമസം. ഏറെ വർഷത്തെ വിദേശത്തെ തൊഴിലവസാനിപ്പിച്ച് ഹരികുമാർ ഭാര്യയും മകനുമടങ്ങുന്ന കുടുംബത്തിനൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞു. മകന്റെ ആഗ്രഹപ്രകാരം ബാംഗ്ലൂരിൽ ഏവിയേഷൻ പഠിക്കാൻ വിട്ടെങ്കിലും പൂർത്തിയാക്കാതെ 24-കാരൻ ആദിത്യകൃഷ്ണ തിരിച്ചെത്തി. അവിടം മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ആദിത്യകൃഷ്ണ മടങ്ങിയെത്തിയത് പ്രത്യേക മാനസികാവസ്ഥയുള്ള വ്യക്തിയായാണ്. ബാംഗ്ലൂരിൽ വെച്ചാരംഭിച്ച മയക്കുമരുന്നുപയോഗം അവനെ അങ്ങനെയാക്കി മാറ്റി. ബാംഗ്ലൂർ MBAക്ക് പഠിക്കാനൊക്കെ പോയിട്ട് പഠിത്തമൊക്കെ മതിയാക്കി കഴിഞ്ഞ് പോകുന്നതാണ്. ഇവിടെ ഒരു പണിക്കും പോകുന്നില്ല. നമ്മുടെ വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്നത്, അതിൻ്റെ പേരിലാണ് പഠിത്തമൊക്കെ മതിയാക്കി നാട്ടിൽ പോകുന്നത്. അല്ലെ, ബാംഗ്ലൂർ പോകുന്ന വരെ അവൻ വേറെ സ്വഭാവ ദൂഷ്യമുള്ള പയ്യനായിരുന്നില്ല. ബാംഗ്ലൂർ അവിടെ പഠിക്കാൻ പോയതിന് ശേഷമാണ് ഈ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയതാണ് നമുക്ക് കിട്ടിയൊരറിവ്. ഇവൻ പെട്ടെന്ന് പ്രകോപിതനാവും. ഒരു വയലന്റ് നേച്ചറാണ്. നമ്മളതിന് സംസാരിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് അവൻ്റെ ആ സ്വഭാവം മാറും. 2025 ജനുവരി 15 വീട്ടിൽ നിന്ന് വെള്ളമോ ആഹാരമോ പോലും കഴിക്കാൻ കൂട്ടാക്കാത്ത ആദിത്യ തനിക്ക് മട്ടൻ കറി വേണമെന്ന് ആവശ്യപ്പെട്ടത് നൽകിയില്ലെങ്കിൽ അവൻ അക്രമാസക്തനാകും. അച്ഛൻ ഹരികുമാർ അത് വാങ്ങി നൽകി. വൈകിട്ടോടെ അവൻ്റെ ആവശ്യം മറ്റൊന്നായി. 300 രൂപ വേണമെങ്കിൽ ജോലിക്ക് പോയി സമ്പാദിക്കടാ എന്ന് അച്ഛൻ്റെ മറുപടി. അവൻ്റെ സമനില തെറ്റി. ചാടിയണീറ്റ ആദിത്യ ഹരികുമാറിന്റെ മൂക്കിടിച്ചു പൊട്ടിച്ചു, കണ്ണിടിച്ചു കലക്കി, ചവിട്ടി താഴെയിട്ടു. ചോരയൊലിപ്പിച്ചു നിന്ന ഹരികുമാർ മരുമകനെ വിളിച്ചു വരുത്തി തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോയി. മകനെ രക്ഷിക്കാനായി ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റുവെന്ന് ഡോക്ടറെ തെറ്റിദ്ധരിപ്പിച്ചു. ഗുരുതര പരിക്കായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാൻ ഡോക്ടർ നിർദ്ദേശം നൽകി. എന്നാൽ ഹരികുമാർ പോയത് തിരികെ വീട്ടിലേക്ക്. രാത്രി നിലവഷളായതോടെ മെഡിക്കൽ കോളേജ് ന്യൂറോ ICUവിൽ പ്രവേശിപ്പിച്ചു. 5 ദിവസം മരണം മുഖാമുഖം കണ്ട് 20-ാം തീയതി മകന്റെ മർദ്ദനമേറ്റ ഹരികുമാർ മരണത്തിന് കീഴടങ്ങി. അവന് ഒരു കൂസലുമില്ല. പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പോലും അവൻ എന്താണെന്ന് തിരക്കുകയോ അങ്ങോട്ട് കാണാൻ പോകുമെന്ന് ശ്രമിച്ചില്ല. കാരണം ചോദിച്ചപ്പോൾ അവൻ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ടായി പറഞ്ഞാൽ ഞാൻ അടിച്ചതൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. കൂട്ടിക്കൊണ്ട് ഇവിടെ ചോദിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടായി, പക്ഷെ അത് അന്നേരത്തെ വിഷയമുള്ള വലിയ കാര്യമൊന്നും അതുകൊണ്ടൊന്നും അല്ല പരിച്ചതൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അതല്ല, ഞങ്ങളുടെ പിന്നെ അന്ന് തന്നെ ഡോക്ടറെ കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ മൂക്കിന് ഇടി കിട്ടി. അതിൻ്റെ ആഘാതത്തിൽ മൂക്കിൻ്റെ അസ്ഥിക്ക് പൊട്ടൽ വന്നു. പിന്നെ അവിടെ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടായി, ആന്തരികമായ രക്തസ്രാവം ഉണ്ടായി. അതാണ് മരണകാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി അന്ന് തന്നെ നമ്മൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു, റിമാൻഡ് ചെയ്യുകയും ചെയ്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റാണ് മരണമെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ ഹരികുമാറിന്റെ മകളുടെ ഭർത്താവ് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. അപകടമല്ല, മകൻ കൊന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവനിഷ്ടം ഇരുട്ടായിരുന്നു. ഇരുട്ടിന്റെ കറുപ്പ് കണ്ണിലേക്ക് കയറിയാൽ മുന്നിലുള്ളത് അച്ഛനാണെന്നറിയില്ലല്ലോ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ ലോകത്ത് ലഹരിയുടെ ഇരുട്ട് മായാത്തത്? ക്യാമറമാൻ ഷമീമിനും MG മഞ്ജുഷനുമൊപ്പം VS അനുരാഗ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. എല്ലാ കേസുകളിലും അന്വേഷണമുണ്ട്, സാധാരണ നടപടിക്രമങ്ങളുമുണ്ട്. എന്നാൽ രാസലഹരി കേസിൽ ഇത്തരം അന്വേഷണം കൊണ്ട് മാത്രം പരിഹാരമുണ്ടാകുന്നില്ല. ലഹരിക്കടത്തും ലഹരി മാഫിയയുടെ പ്രവർത്തനവും തടയുന്നതിനൊപ്പം ശക്തമായ ബോധവൽക്കരണ പരിപാടികളും സർക്കാർ ആലോചിക്കണം.